ഓം ശാന്തി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഒരു ചെറിയ ടെക്നിക്കാണ്. പെട്ടെന്ന് ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീലിംഗ്, ദേഷ്യം, സ്ട്രെസ്സ്, ടെൻഷൻ, ഇങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥ നമ്മളെ ഭരിക്കുന്ന സമയത്ത് അത് നമ്മളെ കൺട്രോൾ ചെയ്ത് പോവുകയാണ്. ഞാൻ ആത്മശാന്തസ്വരൂപം എന്ന് വിചാരിക്കാൻ നോക്കുമ്പോൾ ഞാൻ ആത്മശാന്തസ്വരൂപമാണ്, ഇങ്ങനെ ആ തോട്ട് പോലും നെഗറ്റീവ് എനർജീനെ ആവാഹിക്കത്തക്ക രീതിയിലാണ് വരുന്നത് എങ്കിൽ ഉടനെ ശരീരം കൊണ്ട് നമുക്ക് മനസ്സിനുള്ളിൽ പ്രഭാവം ഉണ്ടാക്കാനായിട്ടും സാധിക്കും. അതിനൊരു ചെറിയ ടെക്നിക്കാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. മനസ്സിൽ സംഘർഷങ്ങൾ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാനാവാതെ പോവുകയാണെങ്കിൽ ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരികയാണ്, ആദ്യമേ പറയുകയാണ്, ഇതൊക്കെ വാതിൽ തുറക്കുന്ന പോലെയാവുള്ളൂ. ഒരു റൂമിൽ കയറാൻ വേണ്ടി വാതിൽ തുറക്കുമ്പോൾ അവിടുത്തെ തണുപ്പും അവിടുത്തെ സുഖവും ആ കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അതേപോലെ നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള വാതിൽ തുറക്കുമ്പോൾ ആ കാഴ്ചയൊക്കെ കാണാനും ആ കാഴ്ച കണ്ട നിമിഷം നിങ്ങൾ അനുഭവിക്കുന്ന ആനന്ദം പോലുള്ള താൽക്കാലികമായിരിക്കുന്ന ഒരു സുഖം തരാനും, മീൻസ് പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻസ് അല്ല ഇത്. പക്ഷെ താൽക്കാലികമായിട്ട് പെട്ടെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സഹായിക്കാവുന്ന കാര്യങ്ങളാണല്ലോ ഫിസിക്കലായിരിക്കുന്ന ആക്ടിവിറ്റി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കെന്ന് പറഞ്ഞിരുന്നത് കേട്ടോ. ഇതുകൊണ്ടൊന്നും സ്ട്രെസ്സും ആങ്കറോ ടെൻഷനോ ഫിയറോ ഒക്കെ മാറണമെങ്കിൽ ദ ഹയസ്റ്റ് ആയിരിക്കുന്ന സ്റ്റേജ് വേണം. മീൻസ് നമ്മൾ അതിൻ്റെ വേരോടെ പിഴുതെടുത്ത് കളഞ്ഞേ പറ്റൂ. അതിന് മെഡിറ്റേഷനിലൂടെ പോസിറ്റീവ് തോട്ട്സും അഫർമേഷനും ലൈഫിൻ്റെ പരിവർത്തനമൊക്കെ തന്നെയാണ് പെർമനൻ്റ് ആയിരിക്കുന്ന സൊല്യൂഷൻ. പക്ഷേ താൽക്കാലികമായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിലാണ്, ഒരു കൂട്ടം ആളെന്നോട് സംസാരിക്കുകയാണ്, എന്നെ അപമാനിക്കുന്ന രീതിയിലാണ്, എൻ്റെ ടെൻഷൻ വല്ലാണ്ട് കൂടുകയാണ്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സെക്കൻഡിൽ ഞാൻ എങ്ങനെ എൻ്റെ ഫിസിക്കലായിരിക്കുന്ന ഒരു ആക്ടിവിറ്റി കൊണ്ട് എന്നെ കൺട്രോൾ ചെയ്യാം, അതിനുള്ളൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ ഇടത്തെ വിരലിൻ്റെ തള്ളവിരലിനെ വലത്തെ കൈ കൊണ്ട് പിടിക്കുക. വെറുതെ ഇങ്ങനെ പിടിച്ച് നിന്ന് നോക്കുക. നിങ്ങൾ നന്നായിട്ട് പിടിച്ച് ആ വിരലിനിട്ട് തിരിച്ചുകൊണ്ടിരിക്കുക, പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കിക്കോ, ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ആരെങ്കിലും നിങ്ങളോട് വളരെ മോശമായി പെരുമാറുകയാണ്, സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെസ് ഉള്ളിൽ കൂടിക്കൊണ്ടേയിരിക്കുക, ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കുക, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ വിരലിനെ ഇങ്ങനെ പിടിച്ച് നന്നായിട്ട് മുറുക്കെ പിടിച്ച് അമർത്തി കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവരാൻ സാധിക്കും. അഥവാ നമുക്ക് വല്ലാണ്ട് ഭയം വന്നുകൊണ്ടിരിക്കുകയാണ്, ഭയം നമ്മളെ കീഴ്പ്പെടുത്തും, എനിക്ക് പേടി നിയന്ത്രിക്കാനാവാത്ത രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചൂണ്ടുവിരലിനെ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേടിയെ 3 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ വിരലിനെ പ്രസ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കണ്ടോ, ഈ വിരലിനെ ഇതിങ്ങനെ പിടിക്കുക, ഈ വിരലിനെ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഭയത്തെ കൺട്രോൾ ചെയ്യാം. അത് ദേഷ്യമാണെങ്കിൽ നടുവിരലിനെ ഈ വിരൽ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതേസമയം തന്നെ സങ്കടമാണ് വരുന്നതെങ്കിൽ ഈ തത്വത്തിനെ, കാരണം നമുക്കറിയാം ഓരോ തത്വത്തിനും ഓരോ പ്രാധാന്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുന്നൊരു വീഡിയോ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഓരോ വിരലും ഓരോ തത്വത്തിൻ്റെ പ്രതിനിധാനമാണ് എന്ന്. സഹനശക്തിയുടെ പ്രതീകമാണ് ശരിക്കും ഭൂമി. അതുകൊണ്ടാണ് ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള വിരലിനെ നിങ്ങൾ നന്നായിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സങ്കടത്തിൻ്റെ മേലെ നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് നമ്മൾ വല്ലാണ്ട് ചെറുതായി പോകുന്നു, എനിക്കിവിടെ ആദരവ് തരുന്നില്ല, എൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുന്നു എന്ന് തോന്നുന്നൊരു സിറ്റുവേഷൻ വന്നാൽ ഈ ചെറുവിരലിനെ മറ്റേ കൈ കൊണ്ട് നന്നായിട്ട് പിടിച്ച് പ്രസ് ചെയ്തോളൂ. നിങ്ങൾ പതുക്കെ ആ ഒരു ഫീലിംഗ് നിന്ന് മറികടക്കാനായിട്ട് സാധിക്കും. ഇത് പ്രസ് ചെയ്യുക മാത്രമല്ല, ഒപ്പം നമ്മൾ പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. ഇങ്ങനെ ഇത് വിരലുകളുടെ ഒരു പദ്ധതി. ഇനി മാത്രമല്ല, അഥവാ നിങ്ങൾക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് മൊത്തം ടോട്ടൽ ബോഡിയിലേക്ക് ഒരു എനർജി കൊടുക്കാനുള്ളതായിട്ടൊരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ തള്ള വിരൽ കൊണ്ട് ഇങ്ങനെ കിടന്ന് വട്ടം തിരിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. നല്ല പ്രസ്സിങ് വരണം കേട്ടോ. കഴിയുമെങ്കിൽ ഈ വിരലിൻ്റെ തുമ്പ് കൊണ്ട് നന്നായിട്ട് ഞെക്കി ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ശരീരത്തിലെ എല്ലാ ഭാഗത്തിലേക്കും തലച്ചോറിലേക്കും ഒക്കെ നല്ല എനർജി പോവും. 1 മിനിറ്റ് ഞാനിത് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും, കാലിൻ്റെ അറ്റം തൊട്ട് തല വരെ എനർജി ഇങ്ങനെ നന്നായിട്ട് അവിടെ പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്നത്. പെട്ടെന്ന് എനർജറ്റിക് ആവാൻ നല്ലൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് അഥവാ കോൺസെൻട്രേഷൻ കൂട്ടണമെന്നുണ്ടെങ്കിൽ ധ്യാനമുദ്രയിൽ ഇരുന്നിട്ട് നിങ്ങൾ പഠിച്ചാൽ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്താൽ, അതുകൊണ്ടാണ് ധ്യാന മുദ്ര എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് കോൺസെൻട്രേഷനാണ് ഈ മുദ്രകൾ നിങ്ങളെ സഹായിക്കും. ഇത് കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ. പെട്ടെന്ന് ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഇതൊന്ന് ഈ തള്ളവിരലിൽ ഇതിങ്ങനെ ആക്കുന്ന ഒരു മോമെൻ്റ് ഒന്ന് ചെയ്ത് നോക്കി. ഈ തള്ളവിരലിൻ്റെ അറ്റം കൊണ്ട് ഇവിടെ നന്നായിട്ട് പ്രസ് ചെയ്യണം. 1 മിനിറ്റ് തിരുമ്പുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഭയങ്കര എനർജറ്റിക് ആയിട്ട് തോന്നും. നമുക്ക് ഫീൽ ചെയ്യും, കാലിൻ്റെ അറ്റം വരെ തല വരെ ഉള്ളിൽ നിന്നുള്ളതായിട്ടുള്ള സെൻസേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ കൊച്ചു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം. അവിടെ നിർത്തരുത്. അത് കഴിഞ്ഞ ശേഷം പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യണം, അഫർമേഷൻ ചെയ്യണം, നമ്മുടെ മേലെ പൂർണ്ണമായ നിയന്ത്രണം ഏറ്റെടുക്കാൻ സ്വന്തം അധികാരിയാവാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.
ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.